ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൽ 15-ാം ദിവസം. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇന്നത്തെ ചിന്താവിഷയം സ്വാർത്ഥതയെ ത്യജിച്ച് ദാസഭാവത്തോടെ ജീവിക്കുന്നവനിലാണ് ദൈവമഹത്വം പ്രതിഫലിക്കുന്നത്. ഗ്രേറ്റ്നസ് ലൈസ് ഇൻ സെർവന്റ് ഹാർട്ടഡ് ഡിനയൽ. വലിയ നോമ്പുകാലം നമ്മെ വിനയത്തിൻ്റെയും ആത്മപരിശോധനയുടെയും വഴിയിലൂടെ നടത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മഹത്വം അധികാരത്തിലോ പ്രശസ്തിയിലോ അല്ല, ശുശ്രൂഷാഭാവത്തിലുള്ള സ്വയം നിഷേധത്തിലാണെന്ന് ഉള്ളതാണ്. 3 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, യഥാർത്ഥ മഹത്വം സേവനത്തിലാണ്. ലോകം മഹത്വത്തെ അധികാരത്തോടും സ്ഥാനത്തോടും ബന്ധിപ്പിക്കുന്നു. എന്നാൽ യേശു പഠിപ്പിച്ചത് വ്യത്യസ്തമായ മാർഗമാണ്. ശുശ്രൂഷിക്കുവാൻ വന്നവനാണ് യഥാർത്ഥ മഹാൻ. മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമുക്ക് സമയം, ശക്തി, സ്നേഹം സമർപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ മഹത്വം അനുഭവിക്കുന്നു. രണ്ടാമതായി, ശുശ്രൂഷയ്ക്ക് സ്വയം നിഷേധം അനിവാര്യമാണ്. ശുശ്രൂഷാഭാവം സ്വാർത്ഥതയെ ത്യജിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ഇഷ്ടങ്ങളും സൗകര്യങ്ങളും പിന്നിലേക്ക് മാറ്റി മറ്റുള്ളവരുടെ ആവശ്യം മുൻനിർത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിൽ രൂപപ്പെടുന്നു. വലിയ നോമ്പ് നമ്മെ ഈ ആത്മനിയന്ത്രണത്തിനും ത്യാഗത്തിനും വിളിക്കുന്നു. മൂന്നാമതായി, ശുശ്രൂഷ ക്രൂശിൻ്റെ വഴിയാണ്. യേശു തൻ്റെ ശുശ്രൂഷയിലുടനീളം ക്രൂശിൻ്റെ മാർഗമാണ് സ്വീകരിച്ചത്. സ്നേഹത്തിൻ്റെ ത്യാഗം തന്നെയാണ് രക്ഷയുടെ വഴി. നമുക്കും ചെറിയ ക്രൂശുകൾ സഹിച്ച് സ്നേഹത്തോടെ സേവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകാം. മഹത്വം എന്നത് ഉയർന്നിരിക്കുന്ന അവസ്ഥയല്ല, താഴ്മയോടെ ജീവിക്കുവാൻ തയ്യാറാകുക തന്നെയാണ്. ശുശ്രൂഷാഭാവമുള്ള നിഷേധം നമ്മെ ദൈവസന്നിധിയിൽ മഹാന്മാരാക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശ് മനുഷ്യരാശിക്ക് സമ്മാനിച്ചത് പുതിയൊരു ജീവിത അവബോധമാണ്. യേശുവിനെ അനുഗമിക്കുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ കുരിശിൻ്റെ ശൈലിയിലൂടെയാണ് അനുഗമിക്കേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് കുരിശിൻ്റെ ശൈലിയിലല്ലാതെ മറ്റൊരു ജീവിത ശൈലിയില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 16, 24, 25 വാക്യങ്ങൾ. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ശുശ്രൂഷിക്കുവാൻ എന്നതുപോലെ എന്നെയും ശുശ്രൂഷിക്കുവാൻ പഠിപ്പിക്കണമേ. സ്വാർത്ഥതയെ നിഷേധിച്ച് സ്നേഹത്തോടെ സേവിക്കുവാൻ എന്നെ രൂപപ്പെടുത്തണമേ. എൻ്റെ ജീവിതം നിന്റെ സേവനത്തിന് ഉപകരണമാകട്ടെ. ആമേൻ.